CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് ആശങ്ക ഉയരുന്നു. ഇന്നലെ 302 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 4 മരണം റിപ്പോർട്ട് ചെയ്തു. കോവിഡ് ബാധിതരുടെ എണ്ണം ഉയർന്നേക്കാമെന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണം ശക്തമാക്കിയതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. മയക്കുമരുന്ന് ഉപയോഗം സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്ന് പാവർട്ടി സബ് ഇൻസ്പെക്ടർ ഡി വൈശാഖ്. ലഹരിക്കെതിരെ നാടൊന്നിച്ച് എന്ന ആശയം ജനങ്ങളിലെത്തിക്കുന്നതിന്റെ ഭാഗമായി ചിറ്റാറ്റുകര 254 കമ്പിടി തിരുനാൾ ആഘോഷ കമ്മിറ്റി സംഘടിപ്പിച്ച കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചാവക്കാട് നടന്നുവന്നിരുന്ന ഭാരതീയ വിദ്യാനികേതൻ സ്കൂൾ ജില്ലാ കലോത്സവത്തിന് കൊടിയിറങ്ങി. 383 പോയിന്റുമായി നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ സ്കൂൾ കലാകിരീടം നേടി. വാസ്തുവിദ്യാ കുലപതി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ 84ാം പിറന്നാളിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കൃഷ്ണായനം ആഘോഷ പരിപാടിയോടനുബന്ധിച്ച് നടന്ന ആദര സദസ്സ് തൃശൂർ MLA പി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുന്നൂർകുളം നായരങ്ങാടിയിൽ കെട്ടിടം നവീകരണ പ്രവർത്തനങ്ങൾക്കിടെയുണ്ടായ സംഘർഷത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. നായരങ്ങാടി സ്വദേശികളായ പള്ളിപ്പുറത്ത് വീട്ടിൽ കുഞ്ഞു മുഹമ്മദ്, സുലൈഖ എന്നിവർക്കാണ് പരിക്കേറ്റത്. കുറുക്കൻപാറയിൽ നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. കുറുക്കൻപാറ തോലത്ത് വീട്ടിൽ 60 വയസ്സുള്ള ജെയ്സനാണ് മരിച്ചത്. നെല്ലുവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചുള്ള നൃത്തോത്സവം ആരംഭിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ കരോൾ ഗാന മത്സരം സംഘടിപ്പിച്ചു. പ്രതിസന്ധികൾ നീങ്ങി കരിച്ചാൽക്കടവ് സ്ലൂയിസ് കംബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. ABM 4 ബിൽഡേഴ്സ് കമ്പനിക്കാണ് പുതിയ നിർമ്മാണ ചുമതല. കടങ്ങോട് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ ശ്രീ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതിക്ക് ഭിക്ഷയും വെച്ച് നമസ്കാരവും നടത്തി. ക്ഷേത്രത്തിലെ പ്രശ്നവിധി പ്രകാരമുള്ള നവീകരണ കലശത്തിന്റെ മുന്നോടിയായാണ് ചടങ്ങ് നടത്തിയത്. കേച്ചേരിയിലെ ബാറിലുണ്ടായ സംഘർഷത്തിൽ യുവാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലെ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തലക്കോട്ടുകര വെള്ളാറ്റഞ്ഞൂർ സ്വദേശി മേക്കാട്ടിൽ വീട്ടിൽ 38 വയസ്സുള്ള രാകേഷിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ വനംവകുപ്പ് മന്ത്രിയുമായിരുന്ന KP വിശ്വനാഥന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. കുന്നംകുളം ചിറളയത്ത് BJP 4ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുന്നിയൂർ പഞ്ചായത്ത് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ വനിതാ കർഷക സമിതി മേഖലാ കമ്മിറ്റി രൂപീകരിച്ചു. എരുമപ്പെട്ടി നെല്ലുവായ് മുരിങ്ങത്തേരിയിൽ കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചു. അഡ്വക്കേറ്റ് VP മഹേശ്വരന്റെ വീട്ടുപറമ്പിലെ വാഴകൃഷിയാണ് ഇന്നലെ രാത്രി നശിപ്പിച്ചത്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ 36ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൃശൂരിൽ പടുകൂറ്റൻ പ്രകടനം നടന്നു. ലയൺസ് ക്ലബ് ഓഫ് ഗുരുവായൂർ ടെമ്പിൾ സിറ്റിയും കോട്ടപ്പടി RCUP സ്കൂൾ PTA കമ്മിറ്റിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വികസിത് ഭാരത് സങ്കൽപ് യാത്രയ്ക്ക് വടക്കേക്കാട് പഞ്ചായത്തിൽ സ്വീകരണം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സങ്കൽപ യാത്രയിലെ ഗുണഭോക്താക്കളുമായി തത്സമയം സംവദിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ AKTA എരുമപ്പെട്ടി യൂണിറ്റ് കൺവെൻഷൻ മങ്ങാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. നിർമ്മാണം പൂർത്തിയായ ചിറപ്പറമ്പ് ട്യൂബ് ലൈറ്റ് റോഡ് പാലം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. ചൂണ്ടൽ പഞ്ചായത്തിലെ ചിറപ്പറമ്പ് വെട്ടുകാട് മേഖലകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിനായി ഒരുങ്ങിയിരിക്കുന്നത്. ഇനിയും സഹിക്കണോ ഈ കേന്ദ്രാവഗണന എന്ന മുദ്രാവാക്യമുയർത്തി DYFI ജനുവരി 20-ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ വിജയത്തിനായി തിരുവത്ര മേഖലാ സംഘാടക സമിതി രൂപീകരിച്ചു. തയ്യൽ തൊഴിലാളികളുടെ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മമിയൂർ യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.